EVM അട്ടിമറി സാധ്യമല്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ടും അതിനകത്ത് ചില തിരിമറികളും അട്ടിമറികളും ഒക്കെ നടത്താനായിട്ട് സാധിക്കും. ഇതിനാകെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോവുക എന്നത് മാത്രമാണ്. അല്ലാതെ നമ്മൾക്കിത് തെളിയിക്കാൻ പറ്റില്ല. കാരണം ഈ മെഷീനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായി കസ്റ്റഡിയിലാണ്. ഒരു പബ്ലിക്കിനൊന്നും അത് പോയി എത്ര എക്സ്പേർട്ടിനെ കൊണ്ടുവന്നാലും നമ്മുടെ കയ്യിൽ അത് തരില്ല, നമുക്കത് പരിശോധിക്കാൻ പറ്റില്ല. ഈ തമിഴ്നാട്ടിൽ നടന്ന ഈ ഒരു വിജയം, ഇതും നേരത്തെ തന്നെ ഒരു BJP നേതാവ് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും DMK തമിഴ്നാട്ടിൽ പരാജയപ്പെടുത്തിയിരിക്കും എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിച്ചിരുന്നതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഉപസമിതി പോലെയാണ് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പലതരത്തിൽ സംശയിക്കുന്ന പല തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കൃത്യമായ സിമെന്റ് പ്രൂഫ് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ അംബാനിയേക്കാൾ മുകളിൽ ആസ്തിയുള്ള കമ്പനിയായിട്ട് അദാനി ഗ്രൂപ്പ് മാറിയിരിക്കുന്നു. അദാനി ഗ്രൂപ്പിനെ പോലുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്ലോബലി പരന്നു കിടക്കുന്ന ഒരു സംവിധാനം, ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് അദാനി ഗ്രൂപ്പിൻ്റെയൊക്കെ. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ്? ടാറ്റ, ബിർള, ഗോയങ്കെ എന്നുള്ള 3 കക്ഷികളാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നതല്ല അവസ്ഥ. രാജേട്ട നമസ്കാരം. രാജേട്ട, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസാമിലെയും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, കേരളം 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ വെസ്റ്റ് ബംഗാളിൽ വലിയ രീതിയിലുള്ള അട്ടിമറിയാണ് BJP നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ TVK നേടിയിട്ടുള്ള ഒരു വിജയം, അത് അപ്രതീക്ഷിതമായൊരു വിജയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ തമിഴ്നാട്ടിൽ നടന്ന ഈ ഒരു വിജയം, ഇതും നേരത്തെ തന്നെ ഒരു BJP നേതാവ് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും DMK തമിഴ്നാട്ടിൽ പരാജയപ്പെടുത്തിയിരിക്കും എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിച്ചിരുന്നതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, ആ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പുതുച്ചേരിയിലും സംഭവിച്ചെന്താണ് നമ്മുടെ കൺമുമ്പിലുണ്ട്, കേരളത്തിൽ സംഭവിച്ചത് നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിലും ഒക്കെ EVMൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ BJP പ്രയോജനപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ UDF പ്രയോജനപ്പെടുത്തിയെന്നോ CPM പ്രയോജനപ്പെടുത്തിയെന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഹരിയാനയിൽ ഹൂഡ പത്രക്കാരെ കാണാൻ വേണ്ടിയിട്ട് 11:30 സമയം ഫിക്സ് ചെയ്യുന്നു. ഈ 11:30 സമയം ഫിക്സ് ചെയ്ത വാർത്തകളെല്ലാം നാഷണൽ മീഡിയ എല്ലാം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. ഈ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് 11 മണിയോട് കൂടിയിട്ട് ഇതെല്ലാം നേരെ റിവേഴ്സ് അടിക്കുന്നത്. അത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ആദ്യ സമയങ്ങളിൽ, അതായത് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് 11 മണി വരെ മുൻപ് ഇട്ട് നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടി പെട്ടെന്ന് ഡൗൺ ആവുന്നു. ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ള അമേഠിയിലാണ്. അമേഠിയിൽ സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ 15,000-ഓളം വോട്ടിന് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു അരമണിക്കൂർ സമയത്തേക്ക് കൗണ്ടിങ് നിർത്തിവെക്കുന്നു. കൗണ്ടിങ് നിർത്തിവെച്ചതിന് ശേഷം ആ കൗണ്ടിങ് വീണ്ടും പുനരാരംഭിക്കുന്ന സമയത്ത് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം സ്മൃതി ഇറാനി നടത്തുന്നു. വലിയ ഭൂരിപക്ഷത്തിൻ്റെ സ്മൃതി ഇറാനി അവിടെ രാഹുൽ ഗാന്ധിയെ അട്ടിമറിക്കുന്നു. തമിഴ്നാട്ടിലും സമാനമായൊരു സാഹചര്യം ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ആദ്യഘട്ടത്തിൽ DMKയ്ക്കായിരുന്നു അത് പോസ്റ്റൽ ബാലറ്റ് ഉണ്ടെന്ന സമയത്ത് DMKയ്ക്കായിരുന്നു ലീഡ്. പക്ഷേ ഒരു 9-9:30 ആയി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ TVKയും DMKയും തമ്മിൽ മത്സരം ആരംഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് DMK താഴേക്ക് പോരുകയും അതോടൊപ്പം തന്നെ TVKയുടെ ഒരു കുതിപ്പുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ചില സോഴ്സുകളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്, കേരളത്തിലെ ഏതാനും ചില നിയോജക മണ്ഡലങ്ങളിൽ EVMനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയിരുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിപ്പോൾ BJP വിജയിച്ചിട്ടുള്ള കഴക്കൂട്ടമോ നേമോ ചാത്തന്നൂരോ എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ചാത്തന്നൂർ തന്നെ ഉള്ള ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി, അത് ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ തെളിച്ച് പറയുന്നില്ല, പക്ഷേ ആ സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കൾ തന്നെ 100-ലധികം ആളുകളുണ്ട്. ആ 100-ലധികം ആളുകളുണ്ടെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ലഭിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ വെറും 13 വോട്ടുകൾ മാത്രമാണ് ബന്ധുക്കളുടെ ആ വാർഡിൽ നിന്ന് വോട്ടുകൾ കിട്ടുന്നത്. ബാക്കിയുള്ള 87 വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ഇവരുടെ കുടുംബക്കാരെല്ലാവരും കൂടി പല പ്രാവശ്യം ഇരുന്ന് പല വാട്ടി അവർ പറയുകയാണ്. കാരണം ഞാൻ നിനക്കാണ് വോട്ട് ചെയ്തത്, പക്ഷേ
13 വോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള 87 വോട്ട് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് അവർക്ക് ആർക്കും ഉത്തരവില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ EVM അട്ടിമറി സാധ്യമല്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ടും അതിനകത്ത് ചില തിരിമറികളും അട്ടിമറികളും ഒക്കെ നടത്താനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം EVMിലൂടെ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ സുരക്ഷിതമല്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ തോന്നാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടുവന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പല തരത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഇതിനാകെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോവുക എന്നത് മാത്രമാണ്. അല്ലാതെ നമ്മൾക്കിത് തെളിയിക്കാൻ പറ്റില്ല. കാരണം ഈ മെഷീനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായി കസ്റ്റഡിയിലാണ്. ഒരു പബ്ലിക്കിനൊന്നും അത് പോയി എത്ര എക്സ്പേർട്ടിനെ കൊണ്ടുവന്നാലും നമ്മുടെ കയ്യിൽ അത് തരില്ല, നമുക്കത് പരിശോധിക്കാൻ പറ്റില്ല. കോടതിയും EVM മാറ്റണം എന്ന് EVMിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ബാലറ്റിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതിക്കായി ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങൾ, അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് തീർച്ചയായും ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ ആകെ ബാധ്യതയുള്ളത് ഇലക്ഷൻ കമ്മീഷർക്ക് മാത്രമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഉപസമിതി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പലതരത്തിൽ സംശയിക്കുന്ന പല തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കൃത്യമായ സിമെന്റ് പ്രൂഫ് ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം എന്നുള്ളതാണ്. കാരണം അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഇവിടുന്ന് ഉണ്ടാക്കുന്നതല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നതിൽ കാര്യം. പിന്നെ എക്സ്പേർട്ടുകൾ വിചാരിച്ചാൽ മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ EVMിൽ കൃത്രിമം നടത്താൻ പറ്റും എന്ന് പലതരത്തിലുള്ള തെളിവുകൾ എക്സ്പേർട്ടുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്രായേലികളാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ആശാന്മാർ എന്ന് പറയുന്നത്. അപ്പം ഇസ്രായേലികൾക്ക് വേണമെങ്കിൽ ചിപ്പിലൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കോഡിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു യന്ത്രമാണിത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറച്ച് മുമ്പായിരുന്നു സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബാലറ്റ് പേപ്പറിലാണ്. കാരണം മറ്റു പല രാജ്യങ്ങളും എല്ലാം EVM ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് മാറിയിട്ടും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിക്കാനായിട്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾ മടി കാണിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇല്ല. ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം പെട്ടെന്നുണ്ടായാലല്ലോ, മോദിയുടെ കാലത്തല്ലല്ലോ കോൺഗ്രസ് ആണ് ഇത് കൊണ്ടുവന്നത് എന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന് അത് പൂർണ്ണമായും തള്ളിപ്പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതേസമയം EVMിൽ കൃത്രിമം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭമായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹം പത്രപ്രവർത്തകരെയൊക്കെ മാധ്യമപ്രവർത്തകരെല്ലാം വിളിച്ചിരുത്തി അദ്ദേഹം കൃത്യമായിട്ട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുത്തു. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൃത്യതയോടുകൂടി അതൊരു ക്യാമ്പയിനിങ് ആയിട്ട്, അതായത് വേണമെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന് തന്നെ വേണമെങ്കിൽ അത്തരത്തിലൊരു ക്യാമ്പയിനിങ് ഏറ്റെടുക്കാവുന്നതാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിനിങ് ശക്തിപ്പെടുകയും ഈ കോക്കോച്ച് പോലുള്ള പാർട്ടികൾ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഈ EVM ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള നമ്മൾ കാണേണ്ടത്. അല്ല, ഒരു തെരഞ്ഞെടുപ്പെങ്കിലും ബാലറ്റ് പേപ്പറിൽ നടത്തി നോക്കണം. കാരണം ഇപ്പൊ അതിനൊരു ഉദാഹരണം കൂടിയുണ്ട് സിബി. അറിയാം, പഞ്ചാബിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് 2 ആഴ്ച കഴിഞ്ഞുള്ളൂ. അവിടെ ബാലറ്റിലാണ് ഇത്തവണ ഇലക്ഷൻ നടന്നത്. അവിടെ എല്ലാവരും പറഞ്ഞെന്താണ്, എല്ലാവരും ആശങ്കയോട് കണ്ടിരുന്ന എന്താണ്, ആം ആദ്മി പാർട്ടി അവിടെ തകർന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇതാ തീരാൻ പോകുന്നു, കാരണം അവിടെ BJP വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമല്ല. കാരണം ഇപ്പം നടന്ന ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. അവിടെ ബാലറ്റ് പേപ്പറാണ് ഉപയോഗിച്ചത്. അതേസമയം ഇനി പഞ്ചാബിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പറ്റില്ല. കാരണം അത്തരം കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനുടെയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനടുത്ത് ഒരിക്കലും ആർക്കും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല എന്നാണല്ലോ വിശ്വാസം. അദ്ദേഹം അത് വളരെ വിവേചനാധികാരമുള്ള ഒരു സമിതിയാണ് എന്നുള്ളത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷണർക്ക് വേണമെങ്കിൽ ഈ നിരവധിയായ ആരോപണങ്ങൾ ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു ഖ്യാതി വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണമെങ്കിൽ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ബാലറ്റിലേക്ക് മാറട്ടെ എന്ന് തീരുമാനിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഈ സംശയങ്ങൾ ഒഴിവായി കിട്ടും. ഇനി അഥവാ അങ്ങനെ കൃത്രിമം കാണിച്ചാണ് ഇവർ ജയിക്കുന്നതെങ്കിൽ അതവിടെ അവസാനിക്കുമല്ലോ, ഇതവിടെ അവസാനിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് മോദി അതിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, മോദി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണ്, 1 ഇന്ത്യ 1 ഇലക്ഷൻ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും
അതുപോലെ തന്നെ ഈ പാർലമെന്റ് അംഗങ്ങളെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ കാലത്തേക്കും BJPക്ക് ഒരു വലിയ വലിയ അംഗസംഖ്യ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പം രാജ്യസഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ഈ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുന്ന ബിൽ പാസ്സാക്കാൻ പറ്റാതെ പോയി. വനിതാ ഭേദഗതി ബില്ല് അതൊരു മാസ്ക് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇപ്പൊ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 8 പേരെ പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നിന്ന് കുറെ ആളുകളെ പർച്ചേസ് ചെയ്യും. വേണ്ടി വന്നാൽ DMKയിൽ നിന്ന് പോലും ആളുകളെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്ന ചില ചർച്ചകൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ, രാജ്യസഭയിൽ ഇത്രയും ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ നിയമം പാസ്സാക്കിയെടുക്കാൻ പറ്റും, വനിതാ ബില്ലും പാസ്സാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർലമെന്റ് മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഉള്ള ബില്ലും പാസ്സാക്കിയെടുക്കാൻ പറ്റും. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന MP-മാരുടെ കോൺഫിഡൻസ് നശിച്ചു പോകുന്നത് എപ്പോഴാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയ തലത്തിൽ എന്താണ് ബദൽ എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ബദൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ഭയം കയറിക്കൂടുന്നത്. അല്ല, അത് രണ്ട് കാര്യമുണ്ട്. കാരണം എന്നറിയാം, ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ നേരത്തെ ED ഉപയോഗിച്ചുകൊണ്ട് ഈ നേതാക്കന്മാരെയൊക്കെ വരുതിയിൽ വരുത്തുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മളൊന്ന് നോക്കൂ, ഇപ്പം ആലത്തൂർ MP ആയിരിക്കുന്ന K. രാധാകൃഷ്ണന്റെ പേരിൽ പോലും ED കേസെടുത്തിട്ടുണ്ട്. മുൻ മന്ത്രിയും MLA ആയ AC മൊയ്തീൻ കേസിൽ പ്രതിയാണ്. 28 പേര് കേസിൽ പ്രതിയാണ്. അപ്പോൾ ഈ കേരളത്തിൽ പോലും ഈ EDകൾ വരുന്നു, ED കേസെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഈ കേരളത്തിന് പുറത്തുള്ള പല MLA-മാരും MP-മാരൊക്കെ കോടീശ്വരന്മാരാണ്. അവർ ഒരു ഇലക്ഷനിൽ സീറ്റ് സംഘടിപ്പിക്കുന്ന തന്നെ 20 കോടി 30 കോടി കൊടുത്തിട്ടാണ്. ജയിക്കുന്നത് 100 കോടി രൂപയൊക്കെ ഇറക്കിയിട്ടാണ് ഒരു MP ജയിച്ചു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇല്ലീഗലി പണം ഉണ്ടാക്കാതെ ഇവിടെയാ വിഷയം. ഈ നേതാക്കന്മാർ വരുന്നത് പോലും വലിയ രീതിയിൽ പണമുണ്ടാക്കിയിട്ട് അനധികൃത മാർഗങ്ങളിലൂടെയൊക്കെ പണം ഉണ്ടാക്കിയാണ് അവർ MP-മാരാകുന്നത്. തീർച്ചയായും അവർക്ക് 500 കോടിയും 1000 കോടിയൊക്കെ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അവരിതൊരു വലിയ മുതൽ മുടക്കിയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. K. രാധാകൃഷ്ണൻ എങ്ങനെയാണ് ED കേസിൽ നോട്ടീസ് അയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AC മൊയ്തീൻ നൽകിയൊരു മൊഴിയുണ്ട്. കാരണം എന്താ വെച്ചാൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നടത്തിയ ഇടപെടലുകൾ പോലെ തന്നെ പിന്നീട് വന്ന ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണനും അങ്ങനെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാവാം എന്നുള്ള രീതിയിൽ ഉള്ളൊരു മൊഴിയുണ്ട് AC മൊയ്തീൻ്റെ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ K. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമുക്കറിയാം, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയൊരു വ്യക്തമാണ്. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ പോലും സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ പോലും EDയുടെ നോട്ട വലയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വൻ കോടികളുടെ ഇടപാടുകൾ നടത്തി, അല്ലെങ്കിൽ കോടികൾ പാർട്ടിക്ക് കൊടുത്ത് ജനങ്ങൾക്ക് കൊടുത്ത് ഒക്കെ അധികാരത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ MP-മാരായി വരുന്നവർ പർച്ചേസ് ചെയ്യപ്പെടുന്ന ഒരു കാലാവസ്ഥയിൽ നമ്മൾ ജീവിക്കും. വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ 20 MP-മാർ എന്ന് പറഞ്ഞാൽ ഈ 20 MP-മാരെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് EDയുടെ ആ ഒരു കാർഡ് കാണിച്ചിട്ടാണ്. കാരണം ഇവരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കറപ്ഷൻ കാണിക്കാത്ത നേതാക്കന്മാരൊന്നും അല്ല അവിടെ. അവിടെയാണ് സിബി പറയുന്നത് പോലെ ഒരിക്കലും പൂർണ്ണമായും ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഇവർ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. കാരണം ഇന്ത്യയിലാണ് ഏറ്റവും സുരക്ഷിതമായ ജനാധിപത്യം സമ്പ്രദായങ്ങളുള്ളത്. ഇവിടെ കറക്റ്റ് ടൈമിൽ വോട്ടിംഗ് നടക്കുന്നു. അതായത് പ്രാദേശിക ഭരണകൂടങ്ങൾ തൊട്ട് പാർലമെന്റ് വരെയുള്ള ഇലക്ഷൻ പ്രക്രിയകൾ സുതാര്യമാണ് എന്നാണ് ലോകരാജ്യങ്ങൾ കണക്കുണ്ട്. പക്ഷേ ഈ സുതാര്യതയ്ക്കിടയിലും വലിയ രീതിയിലുള്ള ക്യാഷ് ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഒരിക്കൽ പോലും സംശുദ്ധമാവില്ല എന്നും പണം കാണിച്ച് ആരെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുതിരക്കച്ചവടത്തിന്റെ ഏറ്റവും വലിയ ദല്ലാളായി മാറിയിരിക്കുന്നു എന്നുള്ളത് അവളെ കാണുന്നത്. മോദി ഭരണം വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും പർച്ചേസ് ചെയ്യും. 2 MLA-മാർ മാത്രം ജയിച്ചാൽ ആ സ്റ്റേറ്റിൽ വേണമെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റുന്ന രീതിയിലേക്ക് BJP കൃത്യമായി മാറിയിരിക്കുന്നു. കോടികൾ നൽകിക്കൊണ്ട് പർച്ചേസ് ചെയ്താണ്. ഇന്നിപ്പോ അംബാനിയേക്കാൾ മുകളിൽ ആസ്തിയുള്ള കമ്പനിയായിട്ട് അദാനി ഗ്രൂപ്പ് മാറിയിരിക്കുന്നു. അദാനി ഗ്രൂപ്പിനെ പോലുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്ലോബലി പരന്നു കിടക്കുന്ന ഒരു സംവിധാനം, ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് അദാനി ഗ്രൂപ്പിൻ്റെയൊക്കെ. അപ്പോൾ ആ അദാനി ഗ്രൂപ്പൊക്കെ വിചാരിച്ചാൽ എവിടെയും എന്ത് അട്ടിമറിക്കും സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ടെക്നോളജി എന്ന് പറയുന്നത്, ഈ ടെക്നോളജിയുടെ എല്ലാം ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദാനിയും അംബാനിയും തന്നെയാണ്. അദാനിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അംബാനിയെ സംബന്ധിച്ചിട്ട് ടെലികോം ഇൻഡസ്ട്രിയിലടക്കം വളരെ വലിയ സ്വാധീനമുള്ള ആളുകളാണ് അംബാനി എന്ന് പറയുന്നത്. ഈ 2 പേരും
പ്രധാനമന്ത്രിയുടെ റൈറ്റും ലെഫ്റ്റുമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം വിദേശ രാജ്യങ്ങളിലെ സന്ദർശന വേളയിൽ പോലും ഇവർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പണ്ട് നമ്മൾ ഓർമ്മയുണ്ടാവും, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ്? ടാറ്റ, ബിർള, ഗോയങ്കെ എന്നുള്ള 3 കക്ഷികളാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നതല്ല അവസ്ഥ. ടാറ്റയും ബിർളയും ഗോയങ്കയും ഈ ഒരു 3 കമ്പനികളും എത്തിക്സുള്ള കമ്പനികളായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവര് ന്യൂജൻ കക്ഷികളാണ്. വളരെ പെട്ടെന്ന് തളിർത്ത് വളർന്ന ടീമാണ് ഈ പറയുന്ന അംബാനിയും അദാനിയും. അവർ പോലും അറിയാതെ പെട്ടെന്ന് വലിയ വളർച്ചയിലേക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇവർ വളർന്ന് പന്തലിച്ചെന്നുള്ളതുകൊണ്ട് തിരിച്ചും അവർക്ക് സഹായം ചെയ്യുക എന്നുള്ള സംഭവമുണ്ട്. ടെക്നോളജിയിലായാലും എന്ത് രംഗത്തും അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ നിസ്സഹായരാണ്. ജനങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കുന്നതിൽ വലിയ പരിമിതികളുണ്ട്. അപ്പം നമ്മൾ ഒരു സർക്കാരിനെ കളയാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും കളയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് പണം ആധിപത്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ചിപ്പിലും ടെക്നോളജിയിലും ഒക്കെ എവിടെയോ അദൃശ്യമായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും ഓരോ അട്ടിമറി വിജയങ്ങൾ ഉണ്ടാക്കിയത് ഈ കൃത്രിമത്വത്തിലൂടെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രഖ്യാപിതമായ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം.